എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷുഫലം 2026 വിഷുഫലം, അതിൽ രോഹിണി നക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് കുറച്ച് സന്തോഷവും അതുപോലെ തന്നെ മനസ്സിനെ അലട്ടുന്ന കുറച്ച് വിഷമ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലയളവാണ് ഈ 2026 വിഷു കാലയളവ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്ന ഒരു കാലയളവാണ് ഇത്. ജോലിയിൽ ഉന്നമനവും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വിജയവും ഒക്കെ കൈവരിക്കുന്ന ഒരു വർഷമാണ് ഇത്. വ്യവസായങ്ങളിൽ നിന്നും ചില നഷ്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ചതി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. രോഹിണി നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥിനികൾക്ക് വളരെയധികം ഗുണകരമായ ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. ഇടക്കാലത്ത് വച്ചുണ്ടായ മടി മാറിപ്പോവുകയും അതുപോലെ തന്നെ പരീക്ഷകളിൽ ഉന്നമന വിജയം കൈവരിക്കാനും സാധിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു വർഷമാണ് 2026 വിഷു വർഷം. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ മക്കളായിട്ടോ മരുമക്കളായിട്ടോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് 2026 വിഷു വർഷം വളരെയധികം പ്രാധാന്യമേറിയ ഒരു വർഷമാണ്. സർക്കാർ ജോലിക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് കൂടുതൽ ഊർജ്ജമായി ഒന്നും കൂടി ശ്രമിക്കുക. തീർച്ചയായും ഈ വർഷം ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. വിവാഹത്തിന് വളരെയധികം ഗുണകരമായ ഒരു സമയമാണ് രോഹിണിയെ സംബന്ധിച്ച്. പ്രണയബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് വിവാഹത്തിൽ കലാശിക്കാനുള്ള ഒരു സാധ്യത ഈ 2026 വിഷു വർഷത്തിൽ സംഭവിക്കുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം തുടങ്ങാൻ. കാരണം ചില ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. രോഹിണി നക്ഷത്രക്കാർ ഈ വിഷു വർഷത്തിൽ ലോട്ടറി അതുപോലുള്ള എന്തെങ്കിലും ഭാഗ്യപരീക്ഷണങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദൈവാധീനം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവാണിത്. പ്രത്യേകിച്ച് ലക്ഷ്മി കടാക്ഷം വളരെയധികം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ഉണ്ട്. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീജനങ്ങളായാലും പുരുഷന്മാരായാലും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. മരുന്ന് കഴിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായി കഴിക്കുക. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സൂര്യഭഗവാനെ വണങ്ങുന്നതും സൂര്യഗായത്രി ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. രാവിലെ ഒരു 28 പ്രാവശ്യം സൂര്യനെ നോക്കി സൂര്യനെ കൈ കൂപ്പി നിന്ന് വണങ്ങി സൂര്യഗായത്രി ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അടുത്തുള്ള ഗണപതി ഭഗവാന്റെ അമ്പലത്തിൽ കറുകയും നാരങ്ങയും ചേർത്ത മാലയോ അതോടൊപ്പം തന്നെ മുക്കുറ്റിമാലയോ ഒക്കെ നൽകുന്നത് വളരെയധികം ഐശ്വര്യത്തിന് ഇടവരുത്തുന്ന ഒരു കാര്യമാണ്. എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.